വളരെ ഗൗരവമുള്ള ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ് വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്. കാരണം ഈ യുവതി ഗർഭിണിയാണ് എന്നുള്ളത് അറിഞ്ഞിട്ട് പ്രാദേശികമായി ആരോഗ്യ പ്രവർത്തകർ വിവരം അറിഞ്ഞ വീട്ടിൽ പോവുകയും ഈ പ്രഗ്നൻസി രജിസ്റ്റർ ചെയ്യുമല്ലോ, ആന്റിനേറ്റൽ കേസസ് രജിസ്റ്റർ ചെയ്യും. അതനുസരിച്ച് ഇത് കേസ് അടയാളപ്പെടുത്തപ്പെടുകയും അതിനുശേഷം ഇവരെ വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പബ്ലിക് ഹെൽത്ത് നഴ്സൊക്കെ ഉൾപ്പെടെ അവിടെ വിസിറ്റ് ചെയ്തു. ആശാപ്രവർത്തകർ അവിടെ പോയി. ഇവരുടെ അടുത്ത് ഇവരുടെ മറ്റു മുൻ പ്രസവങ്ങൾ സിസേറിയനായിരുന്നു. അത് മാത്രമല്ല, ഇവർക്ക് ബിപിയും മറ്റ് അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഷർ, രക്താതി സമ്മർദ്ദം പരിശോധിച്ചപ്പോൾ ബിപി ഉണ്ട്. അപ്പോൾ അവരെ മുൻപ് സിസേറിയൻ ആയിരുന്നതുകൊണ്ടും അതോടൊപ്പം തന്നെ അപ്പോഴുള്ള അവരുടെ ശാരീരിക അവസ്ഥകൾ അത് അത്ര ശരിയല്ലാതെ ഇരുന്നതുകൊണ്ടും ഡോക്ടറെ കാണണമെന്നും ആശുപത്രിയിൽ പോകണമെന്നും നിരന്തരമായി പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഓഫീസർ, RCH ഓഫീസർ പോയി ഇവരെയും ഭർത്താവിനെയും കണ്ട് ഇതിന്റെ ഒരു സ്ഥിതിയുടെ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്നും ആശുപത്രിയിൽ ചികിത്സ തരണമെന്നും പറഞ്ഞു. പക്ഷേ അവരതിന് തയ്യാറായില്ല. പോലീസിന്റെ സഹായവും തേടി ആ രീതിയിൽ പോലീസും ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അംഗീകൃതമല്ലാത്ത ചില ചികിത്സാ രീതികൾ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ് ഇവരുടെ ഭർത്താവ് എന്നുള്ളത് കേട്ടു. പക്ഷേ ഇവരെ മനഃപൂർവ്വമായി ഒരു മരണത്തിലേക്ക് തള്ളിവിട്ട വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അത്തരത്തിലുള്ള നിയമ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ അനുസരിച്ചിട്ടുള്ള നടപടികൾ പോലീസ് സ്വീകരിക്കുകയാണ്. ഈ ഭർത്താവ് ഇവിടെ എത്തിയ ആശാപ്രവർത്തകരോടോ അല്ലെങ്കിൽ ആ വാർഡ് കൗൺസിലറോടോ ഒക്കെ സംസാരിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യം ഇപ്പോഴും കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ള വളരെ ഗൗരവമായി കാണേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായിട്ടും വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്കിത് അങ്ങോട്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ കേരളത്തിൽ പറഞ്ഞതുപോലെ ഇപ്പോൾ കേരളത്തിൽ ഇത് സംഭവിക്കുമോ എന്നുള്ളത്. കാരണം ഒന്ന്, ഭരണഘടനാപരമായി അവരവരുടെ ഏത് ചികിത്സ വേണമെന്നുള്ളത് സ്വീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അംഗീകൃതമല്ലാത്ത, രാജ്യത്ത് അംഗീകരിക്കപ്പെടാത്ത ചികിത്സാ രീതികൾ പറ്റില്ല, ഒരാൾക്കും പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പം പ്രാക്ടീസ് ചെയ്യാനും പറ്റില്ല, ആ ചികിത്സാ രീതികൾ തേടാൻ പാടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആക്ട് ഒക്കെ നിലവിലുള്ളത്. അപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ആ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് തന്നെയാണ്. ഇത് പലപ്പോഴും മനസ്സിലാക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തകരോട് പോലും സംസാരിക്കുന്നതിനും മറ്റുള്ളവരോട് സംസാരിക്കുന്നതിനും ഈ സ്ത്രീക്ക് വിലക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അയൽക്കാരോട് സംസാരിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കുറ്റകൃത്യമാണ്, ഒരു നരഹത്യയാണ്. 2 ജീവനുകളാണ് നഷ്ടപ്പെടുത്തിയത്, ഒരു യുവതിയുടെയും കുഞ്ഞിന്റെയും ജീവനുകൾ. ഇനി അമ്മയില്ലാതെ ആ മറ്റു കുഞ്ഞുങ്ങൾ വളരുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് ഗുരുതരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് നമ്മുടെ കേരളം പോലുള്ള ഒരു പുരോഗമന സമൂഹത്തിൽ ഇത്രയും വിദ്യാഭ്യാസമുള്ള, ഇത്രയും അറിവുള്ള, ഇത്ര ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ ഉള്ള ഒരു സംസ്ഥാനത്ത് വാസ്തവത്തിൽ ഞെട്ടിക്കുന്നതാണ്. തെറ്റായ പ്രവണതകളാണ് ഇത്. വാസ്തവത്തിൽ പലർക്കുമുള്ള ഒരു സന്ദേശം കൂടിയാണ് ഇതെന്നുള്ളത് കാണേണ്ടതായിട്ടുണ്ട്. കാരണം തെറ്റായിട്ടുള്ള ചികിത്സാ രീതികൾ ഒരു കാരണവശാലും പിന്തുടരാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ഈ മാതൃകാപരമായിട്ടുള്ള നിയമ നടപടികൾ ഇതിൽ സ്വീകരിച്ചുകൊണ്ട് തക്ക ശിക്ഷകൾ കിട്ടത്തക്ക രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ്.